കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള കുറച്ച് ടിപ്സ് നോക്കാം. ഇത് 2 കപ്പ് ഇഡ്ഡലി റൈസും 1/2 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് വെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്തി കഴുകി ഊറ്റി വെച്ചതാണ്. ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർക്കാം. ഞാൻ മട്ടരിയുടെ ചോറാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് കുറച്ചായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാതെ നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അരച്ചെടുക്കാം. ഈ ജാറിലുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാണ്. ഇത് ഇനി ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് 8 മുതൽ 10 മണിക്കൂർ വരെ എടുക്കും. കുറച്ച് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കണം. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഓവനിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട് അതിൽ വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പുതപ്പെടുത്തിട്ട് ഈ പാത്രം നന്നായിട്ട് പുതച്ച് വെക്കാം. കുറച്ച് വാമായിട്ടുള്ള സ്ഥലം വേണമെന്നേ ഉള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ട് അടയ്ക്കരുത്. ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു എയർ കോണ്ടാക്റ്റ് ഉള്ള രീതിയിലാണ് അടപ്പിടാൻ പാടുള്ളൂ. എന്നാലും മാത്രമേ കറക്റ്റായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കുള്ളൂ. ഇപ്പോൾ ഏകദേശം 10 മണിക്കൂറായിട്ടുണ്ട്. നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇഡ്ഡലിത്തട്ടിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും വെച്ചിട്ട് ഗ്രീസ് ചെയ്യുക.
ഇത് ആവി ഒഴിക്കാനുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിക്കാം. ഞാനിപ്പോൾ സെൻറ്റർ തട്ട് വെക്കുന്നില്ല. ഇനി 10 മിനിറ്റ് ആവി കൊള്ളിക്കാം. ഇപ്പോൾ ഇഡ്ഡലി റെഡിയായി. ഇത് ചൂടാറുന്ന നേരം കൊണ്ട് സെൻറ്റർ തട്ട് വെച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിക്കാം. ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം. നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡ്ഡലിയാണിത്. സ്പൂണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇഡ്ഡലി നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.